glory, 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 glory. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയ്ക്ക് നന്ദി, അങ്ങയ്ക്ക് നന്ദി, അങ്ങയ്ക്ക് നന്ദി, അങ്ങയ്ക്ക് നന്ദി. വല്ലഭനെ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. സ്വർഗീയ സന്നിധിയിൽ പ്രാർത്ഥനയോടെ അടുത്തു വരുന്നു. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ചെറു സന്ദേശവുമായി സന്ധ്യയുടെ യാമത്തിൽ മഹരേ വർഷിപ്പ് സെന്ററിന്റെ ഈ പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വരുവാൻ വലിയവനാകുന്ന കർത്താവ് കൃപയാൽ ഇടയാക്കി തീർത്തത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞതായ ഒരു പകൽ നമ്മെ വിട്ട് കടന്നുപോയി. എന്നാൽ കർത്താവിന്റെ കൃപ നമ്മെ ഇതുവരെ പരിപാലിച്ചു. ഈ സന്ധ്യയുടെ യാമത്തിൽ ക്രിസ്തീയ ദർശനമെന്ന ഒരു ചിന്ത ദൈവവചനവുമായി ചേർത്ത് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെട്ട പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തു തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനടുക്കായി തിരഞ്ഞെടുക്കുവാനിടയായി തീർന്ന ദൈവത്തിന്റെ വചനം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. ഒരിക്കൽ കൂടെ ആ വാക്യം വായിക്കുന്നു. രാത്രി ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കാൻ, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്റെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് ധാരാളം ജനമുണ്ട്, വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഈ രാത്രിയിൽ ദൈവവചനം കേൾക്കുവാൻ താല്പര്യത്തോടെ അടുത്തു വരുന്ന എല്ലാ ദൈവത്തിന്റെ മക്കൾക്കും ക്രിസ്തുയേശുവിൽ വന്ദനം പറഞ്ഞുകൊണ്ട് തിരുവചനത്തിൽ നിന്ന് അല്പസമയം ചിന്തിപ്പാൻ ഏഴയെ ശക്തരാക്കി കേൾക്കുന്ന വചനം ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ ആത്മീയ സന്തോഷം പകരപ്പെടുന്ന ഒരു രാത്രിയാക്കി മാറ്റുവാൻ കർത്താവിന് കൃപ ചെയ്യണം. അങ്ങയുടെ മാറാത്ത സാന്നിധ്യവും കാവലും ദയയും കരുണയെല്ലാം ഉള്ളതുകൊണ്ടും അനുഗ്രഹമാക്കി തീർക്കുവാൻ അരുമരക്ഷകൻ ശക്തനായിരിക്കുന്നത് കൊണ്ടും അല്പസമയം ചിലവിടുമ്പോൾ നെറ്റ് സംവിധാനത്തിനോ ഇലക്ട്രിസിറ്റിക്കോ ദോഷമൊന്നും വരുത്താതെ കർത്താവ് കാക്കണമേ. അവിടുത്തെ കരം അനുഗ്രഹത്തിനായി തീരണം. കർത്താവേ, ഈ വചനം ചെന്ന് ഏതെല്ലാം കാതുകളിൽ ചേരുന്നുവോ അവിടെ എല്ലാം വലിയൊരു ആത്മപ്രവാഹം അവരുടെ ഉള്ളത്തിൽ നടന്നുകൊണ്ടിരിക്കണം. അനേകരുടെ ജീവിതത്തിൽ ദർശനത്തിന്റെ ഉടമകളായി തീരുന്നു. നല്ലൊരു അനുഭവം അവർക്കുണ്ടാകുവാൻ സ്വർഗം സഹായിക്കണം. കൂടെ നിന്ന് കാക്കണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തോത്രം, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ രാത്രികാല അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ് ഈ ഒരു ചിന്ത തിരഞ്ഞെടുക്കാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം, ആമേൻ. ഇവിടെ രാത്രി ദർശനത്തിൽ കർത്താവ് പൗലോസിനോട് സംസാരിക്കുന്നതാണ്. ആമേൻ, ഹല്ലേലൂയ. ഭയപ്പെടാതെ പ്രസംഗിക്കാൻ, മിണ്ടാതിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം.
നാമത്തിന്റെ മഹത്വം ജോഹൻ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നന്ദിയുണ്ട്. ഹല്ലേലൂയ. ദൈവവചനം പ്രസംഗിക്കുന്നതിന് ഭയപ്പെടേണ്ട. ആമേൻ എന്ന ദർശനത്തിൽ അവരോട് പറയുക. സ്തോത്രം. മിണ്ടാതിരിക്കാതെ ശക്തമായി പ്രസംഗിക്കുവാൻ തക്കവണ്ണം ദൈവികമായ ആലോചനകൾ പൗലോസ് പ്രാപിച്ചത് ദർശനം. ആമേൻ ഹല്ലേലൂയ. അവൻ രാത്രിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഇത് പൗലോസിന് ലഭിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. നമുക്കറിയാം, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് പ്രാർത്ഥന വേളകളിൽ ലഭിക്കുന്ന കാഴ്ചപ്പാടുകൾ, ദർശനങ്ങൾ. കഴിഞ്ഞ സന്ധ്യയുടെ ആമത്തിൽ എന്റെ കൊച്ചുമോള് വിളിച്ചിട്ട് തനിക്കൊരു രാജ്യത്തിലേക്ക് പോകണം, അതിനെക്കുറിച്ചൊരു ആലോചന ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോളെ നീ അതിനെക്കുറിച്ചൊന്നും വിചാരപ്പെടണം, നീ പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുക. നിശ്ചയമായിട്ടും സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി തരും. ആ വെളിപ്പെടുത്തി തരുന്ന ആ കാഴ്ചപ്പാടിനൊത്ത് നീ നീങ്ങുക. അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന് ഓർമ്മിക്കാനിടയായിട്ട്. പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾക്ക് പ്രാർത്ഥനയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് മുമ്പിൽ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങൾ അതൊന്നും ഒരിക്കലും അത് നടക്കാതെ പോവുകയില്ല എന്നാണ്. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ ലഭിക്കുന്നതാണ് ദർശനം എന്ന് നമുക്ക് കാണാം. സ്തോത്രം. അങ്ങനെ ജീവിത ലക്ഷ്യത്തെ കുറിച്ചുള്ളതായ ദർശനം അത് ആത്മീയ ഉയർച്ചയ്ക്ക് വഴിതെളിക്കുന്നതായി കാണുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അല്ലാതെ ഒത്തിരി ദർശനങ്ങൾ കണ്ട് കേട്ടു, ഇന്നതുപോലെയാണ് അങ്ങനെയാണെന്നൊക്കെ പലരും പറയുന്നതായി കേട്ടിട്ടുണ്ട്, കാണുവാനിടയായിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും മറുപടി കൊടുത്തതായിട്ടോ ദൈവം ഇടപെട്ടതായിട്ടോ അവര് ദൈവശബ്ദം കേൾക്കുന്നതായിട്ടോ ദർശനം കണ്ടതായിട്ടോ ഒന്നും കാണുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ഓരോരുത്തരുടെ കാഴ്ചപ്പാടും അവരൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാറുണ്ട്. എന്നാൽ ആ കാഴ്ചപ്പാടുകളിൽ ഒന്നും ദൈവത്തിന്റെ പ്രവൃത്തികൾ ശക്തമായിട്ട് വെളിപ്പെട്ട് വരുന്നുമില്ല. എന്നിട്ട് പറയാം, അത് കണ്ടത് വെറുതെ ആയി പോയോ? ദൈവത്തിന് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. പ്രവാചകനോട് ചോദിച്ചാൽ പറയുന്ന ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് വരാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുകൂടെ നമുക്കൊക്കെ പ്രവാചകൻ വിളിച്ചു പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ നീ പ്രസംഗിക്കാനാ പറഞ്ഞത്, അടങ്ങിയിരിക്കരുത്, അഥവാ മിണ്ടാതെ ഇരിക്കരുത്. പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്ത് കർത്താവിന്റെ ആലോചന പൗലോസിന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അത് മൗനമാക്കി വെച്ചിരിക്കാനല്ല, അല്ലെങ്കിൽ അത് കേട്ടിട്ട് അനുസരിക്കാതിരിക്കാൻ തനിക്ക് മനസ്സ് വന്നില്ല. അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, പ്രസംഗിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടിട്ട് ഒരു വലിയ കൂട്ടം ജനത്തെ നേടുവാൻ വേണ്ടിയാണ് കർത്താവ് ഹല്ലേലൂയ അവരോട് ആലോചന പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 10-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. 10-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, അവൻ പകരം ഏകദേശം 9-ാം മണി നേരത്തൊരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ട് കൊർന്നല്യോസെ എന്ന് വിളിച്ച് അവൻ തന്നോട് പറയുന്നത്. കൊർന്നല്യോസിനോട് ദൈവം സംസാരിക്കുന്നത് 10-ാം മണി സമയത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ വലിയ ഒരു ജനക്കൂട്ടത്തെ കർത്താവ് കണ്ടിട്ട് പൗലോസിന്റെ ദർശനത്തെ പറയുക, നീ അവിടെ പ്രസംഗിക്കണം, നീ അവിടെ പോകണം. ആമേൻ. ഞാൻ വായിച്ചതായ ഭാഗത്ത് 11-ാമത്തെ വാക്യത്തിൽ അവിടെ കാണുന്നുണ്ട്, എനിക്ക് ആ പട്ടണത്തിൽ ഒരു വലിയൊരു കൂട്ടമുണ്ട്.
അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനാ പറഞ്ഞത്. രക്ഷയ്ക്ക് വേണ്ടി. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവത്തിന്റെ ആത്മാവ് വെറുതെ ഒരാളെ പറഞ്ഞൊരു പ്രവർത്തിക്കായി അയക്കത്തില്ല. എന്തോ വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാ ദൈവം അയക്കുന്നത്. അവിടെ കടന്നുപോയി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ടും ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവം അവിടെ വലിയ പ്രവൃത്തി ചെയ്തെടുക്കുമെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെ 7-ാമത്തെ വാക്യത്തിലേക്ക് അടുത്തതിൽ അവൻ അവിടെ വിട്ട് യുസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്ന് അവിടെ അവന്റെ വീട് പള്ളിയോട് ചർച്ച ചെയ്തു. പള്ളി പ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്തിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ്. രാത്രിയിൽ ദർശനത്തിൽ പൗലൂസിനെ ദൈവം വിളിക്കുന്നത്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ ആ പട്ടണത്തിൽ വളരെ ഒരു ജനമുണ്ട്. അവനവിടെ 1 വർഷം 6 മാസവും നിന്ന് പ്രസംഗിച്ചത് അവൻ. അങ്ങനെ അവന് 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചു കൊണ്ട് താമസിച്ചു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു വലിയ കൂട്ടത്തെ നേടുവാൻ തക്കവണ്ണം ആ കാലഘട്ടത്തിലെ പൗലൂസിന്റെ പ്രസംഗം അല്ലെങ്കിൽ ദർശനം, ദൈവം കൊടുത്ത കാഴ്ചപ്പാട്, അതനുസരിച്ച് അവൻ കടന്നുപോയത് കൊണ്ട് ഒരു വലിയ കൂട്ടത്തെ നേടാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്ന ദർശനങ്ങളെ നാം പാഴാക്കി കളയാതെ അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ടും കർത്താവിന്റെ വലിയ പ്രവൃത്തി നമുക്ക് കണ്ട് അവന് വേണ്ടി നിൽക്കുവാനും ഓടുവാനും അധ്വാനിപ്പാനും എല്ലാം കർത്താവ് നമ്മെ ശക്തരാക്കി തീർക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ 10-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ കൊർന്നേലിയോസ് കണ്ടതായ ഒരു കാഴ്ചയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കൈസരുടെ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊർന്നേലിയോസ് എന്ന പേരുള്ളൊരു ശതാധിപനുണ്ടായിരുന്നു എന്നാ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ ഭക്തനാണ്, ദൈവഭക്തനാണ്. അവൻ സകല അനുഗ്രഹത്തോടു കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായിരുന്നു. ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു എന്ന് കാണാം. ദൈവഭക്തനാണ്. അവന്റെ കുടുംബത്തോട് ചേർന്ന്, ഇന്ന് പലപ്പോഴും പല കുടുംബങ്ങളിലും ഭക്തന്മാരുടെ ഞാനും എന്റെ കുടുംബവുമോ എന്ന് പറയാൻ പലർക്കും മടിയാ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ പറയണമെങ്കിൽ കുടുംബത്തിൽ ഒരു വ്യക്തി പോലും ഇല്ലാതെ പൂർണ്ണമായി രക്ഷയിലേക്ക് കടന്നു വന്നിട്ടുള്ളവരായിരിക്കണം. അല്ലാതെ വന്നിട്ട് നമുക്കങ്ങനെ പറയാൻ സാധ്യമല്ല. ഇവിടെ കൊർന്നേലിയോസിന്റെ ജീവിതത്തിൽ അവൻ ഭക്തനാണ്. അത് തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവരുമായി ജനത്തിന് വളരെ അങ്ങനെ ഭയപ്പെടുന്ന മാത്രമല്ല, ജനത്തിന് വളരെ ധർമ്മം കൂടെ കൊടുത്തു പോകുന്നു എന്ന് നമുക്ക് കാണാം. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോകുന്നൊരു മനുഷ്യനാണ്. അങ്ങനെ എനിക്ക് പകൽ സമയത്ത് 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു എന്ന് നമുക്ക് കാണാം. മുഖാമുഖം പറയുന്ന കാര്യമല്ല, ഇത് സ്പഷ്ടമായി കണ്ട കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു ദർശനത്തിലാണ് ദൈവദൂതൻ വന്നത്. അപ്പൊ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ 9-ാം മണി നേരം ഈ ദൈവഭക്തനായ ഈ കൊർന്നേലിയോസ് താൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദൈവദൂതന്റെ പ്രത്യക്ഷത തന്റെ ദൃഷ്ടിയിൽ, തന്റെ ജീവിതത്തിൽ കാണുവാനിടയായി തീർന്നു. അവൻ ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് താൻ കണ്ടു, സ്പഷ്ടമായി കണ്ടെന്നാ പറഞ്ഞത്. കൊർന്നേലിയോസേ എന്ന് തന്നോട് പറയുന്നത് കേട്ട് വിളിക്കുക, കൊർന്നേലിയോസേ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ വിളി കേട്ട് നിശ്ചയമായിട്ടും കൊർന്നേലിയോസ് അത്ഭുതപ്പെട്ട് അതിശയത്തോടെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവ്
ഹല്ലേലൂയ. പേർ ചൊല്ലി വിളിക്കുന്ന കർത്താവ് അവൻ വിളിക്കുന്ന വിളി കേട്ടിട്ട് അത് ത്യജിച്ച് മാറി നിൽക്കുവാൻ ഒരിക്കലും അനുമതിയില്ല. കാരണം കുടുംബമായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, കുടുംബമായി ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് സമയങ്ങളെ വേർതിരിക്കുന്ന ധാരാളം ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് നന്മ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യന്റെ അടുക്കിലേക്ക്, കൊർന്നല്യോസിന്റെ അടുക്കിലേക്ക് ദൂതൻ കടന്ന് അവനെ വിളിക്കുക. എന്നിട്ട് അവനെ ഉറ്റുനോക്കി, ഭയപരവശനായി ദൂതനെ ഉറ്റുനോക്കി. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് ഭയപരവശനായി. എന്നിട്ട് ചോദിക്കുന്നു, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചെന്നവർ. ദൂതനോട് ചോദിക്കുക, എന്താകുന്നു കർത്താവേ? ദൈവത്തിന് സ്തോത്രം. അവൻ ചോദിച്ചത് ദൂതൻ കേൾക്കാതിരുന്നില്ല, അല്ലെങ്കിൽ ദൈവം കേൾക്കാതിരുന്നില്ല, കർത്താവ് കേൾക്കാതിരുന്നില്ല. അവനോട് മറുപടി പറയുന്നുണ്ട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. മനസ്സരിഞ്ഞ് സന്തോഷത്തോടെ നീ എന്തെങ്കിലും ചെയ്താൽ അതെന്റെ ദൈവത്തിന്റെ പക്കല് എത്തും. അല്ലാതെ കൊടുക്കണോ, കൊടുത്താൽ എങ്ങനെയാ, ഒരു ചിന്തയല്ല. ഇതാരോടും ചോദിക്കാതെ സ്വമനസ്സോടെ ധർമ്മം കൊടുക്കുന്ന ഒരു നല്ല മനുഷ്യന്റെ പ്രവൃത്തിയെ ദൈവം കണ്ടു. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, നീ ധർമ്മം കൊടുക്കുന്നത് ഞാൻ കണ്ടു, അതെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ദൂതൻ പറയുന്നു, പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയും നമ്മളുടെ ജീവിതത്തിലെ പ്രവൃത്തികളുമെല്ലാം ദൈവം എപ്പോഴും കാണുന്നുണ്ട്. അത് അവന്റെ സന്നിധിയിൽ എത്തുന്നുണ്ട്. നിശ്ചയമായിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ എത്താതെ അല്ലിരിക്കുന്നു. എല്ലാ കുറവുകളൊക്കെ ഏറ്റു പറയാറുണ്ട്. ഏറ്റു പറഞ്ഞിട്ട് നാളെ കുറവ് കുറ്റം ചെയ്യുകയാണെങ്കിൽ പിന്നെ ഏറ്റുപറച്ചിൽ കൊണ്ട് എന്താ ഒരു പ്രയോജനം? ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്നാ പറഞ്ഞു. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ഏറ്റു പറയാനൊക്കെ പറ്റും, ഉപേക്ഷിക്കണം. കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവൻ, ദൈവിക നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവൻ അങ്ങനെ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ദൈവം അവനെ അനുഗ്രഹിച്ചവന് നൽകുവാൻ ശക്തനാണെന്നാ പറഞ്ഞത്. എന്നിട്ട് കൊർന്നല്യോസിനോട് പറയുക, നീ ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശീമോനുണ്ട്, അവിടെ വരുത്തുക. ദൈവത്തിന് സ്തോത്രം. ദൂതൻ ഇറങ്ങിച്ചെന്ന് അവനോട് സംസാരിക്കാനിടയായി തീർന്നു. കൊർന്നല്യോസേ, നീ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്ത്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും എല്ലാം എന്റെ അടുക്കൽ വന്നു, എന്റെ കാതുകളിലെത്തി. അതുകൊണ്ടാണ് നിന്നോട് മറുപടി പറയുവാൻ ഞാൻ ഈ ദൂതനെ അയച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നീ അതുകൊണ്ട് യോപ്പയിലേക്ക് ആളയക്ക്. അവിടെ പത്രോസ് എന്ന പേരുള്ള ശീമോന് അവനെ വരുത്താനാ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. അവൻ തോൽക്കൊല്ലനായ ശീമോന്റെ ശീമോൻ എന്നൊരുവനോട് കൂടെ പാർക്കുന്നു. അവന്റെ വീട്ടിൽ കടൽപ്പുറത്താകുന്നു എന്ന് കൃത്യമായ അടയാളം പറഞ്ഞാ വിട്ടത്. ദൈവത്തിന് സ്തോത്രം. കടൽപ്പുറത്തുള്ളതായ തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടിൽ പാർക്കുന്ന പത്രോസിനെ കണ്ട് അവനോട് വരാൻ ആവശ്യപ്പെടാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് അഥവാ ദൈവത്തിന്റെ ദൂതൻ കൊർന്നല്യോസിനോട് പറയുവാൻ ഇടയായി തീർന്നു. കൊർന്നല്യോസ് അതനുസരിച്ച് അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ രണ്ടുപേരെ തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരെയും ദൈവത്തിന്റെ ഭക്തനായ ഒരു പടയാളിയെ കൂടെ വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. വീട്ടിൽ രണ്ട് വേലക്കാരെ മാത്രമല്ല, തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്ന ഒരു ദൈവഭക്തൻ അവനും. ഒരു ദൈവഭക്തന്റെ ഭവനത്തിൽ നിൽക്കുന്ന അകമ്പടി സേവിക്കുന്നവൻ അവൻ ദൈവഭക്തനായി മാറും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് കാരണം ഇവന്റെ ജീവിതം, അവന്റെ സംഭാഷണം, അവന്റെ രീതി, അവന്റെ പ്രാർത്ഥന, നില അത് മനസ്സിലാക്കിക്കൊണ്ട് അറിയാതെ ഇവൻ ജൽപ്പനം ചെയ്യാൻ ഇടയായിത്തീരും. അറിയാതെ അവൻ നിലകളിലേക്ക് മാറാനിടയായിത്തീരും. ദൈവത്തെ വിളിക്കാത്തവൻ അറിയാതെ ദൈവമേന്ന് വിളിക്കാൻ ഇടയായിത്തീരും.
അങ്ങനെ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവൻ സകല വിവരങ്ങളും പറഞ്ഞ് വിളിച്ച് സകലവും വിവരിച്ച് പറഞ്ഞ് യോപ്പയിലേക്ക് അവരെ അയക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പിറ്റേന്നാൾ അവർ യോപ്പയിൽ ചെയ്യുന്നു എന്ന് നമുക്ക് അവിടെ കാണാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ അവനോട് പറഞ്ഞത് ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്നാ. അതിന് 18-ാം അധ്യായത്തിൽ നാം വായിച്ചപ്പോൾ 10-ാം വാക്യത്തിൽ നാം വായിച്ചാൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അത് പൗലോസിനോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ആ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് പൗലോസിനോട് കൂടെ ഇരുന്നത് പോലെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് കൊർന്നല്യോസിനോട് കൂടെ ഇരുന്നു. കൂടെ ഇരിക്കുന്നത് കർത്താവ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ പത്രോസിനോട് കൂടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ കാണുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ പത്രോസിന്റെ അടുക്കിലേക്ക് ആളയക്കുവാൻ അവർ ചെന്നു, വിളിച്ചു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇവരിങ്ങനെ രണ്ടുപേര് ചെല്ലുന്നത് അല്ല. പത്രോസ് മറ്റൊരു ദർശനം കണ്ടുകൊണ്ടിരുന്നു. ജാതിയിൽ താണവനായ ഒരുവന്റെ വീട്ടിലേക്ക് താൻ കടന്നു ചെല്ലാൻ മടി കാണിക്കുമെന്നുള്ളത് വസ്തുത അറിഞ്ഞുകൊണ്ട് യഹോവയാകുന്ന ദൈവം പത്രോസിന്റെ ദർശനത്തിന് ഒരു തുപ്പട്ടി കാണിച്ചു. അത് സ്വർഗത്തിൽ ഇറങ്ങി വരുന്നത് കണ്ട് അവൻ നോക്കി. അർത്ഥം ഭക്ഷിക്കാത്തൊക്കെ അവനോട് പറഞ്ഞു. പക്ഷെ അവനത് അറപ്പായി തോന്നി. ഞാനിത് ഭക്ഷിക്കത്തില്ല, ഇത് അശുദ്ധിയുള്ളതാണ്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ 2-3 പ്രാവശ്യം കാണിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഞാൻ വിശുദ്ധീകരിച്ചതിനെ ഞാൻ എങ്ങനെ അശുദ്ധമെന്നെണ്ണുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസിന്റെ ജീവിതത്തിലും ഒരു വലിയ വേദനയുണ്ടായി. ആമേൻ. ഹല്ലേലൂയ. അല്പം കഴിഞ്ഞപ്പോൾ തോൽക്കൊലരായ ശിമോന്റെ ഭവനത്തിലേക്ക് ഇതാ 2-3 പേർ കടന്നു വന്ന് പത്രോസിനെ അന്വേഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പത്രോസ് അവരോടുകൂടെ പോകാൻ ഇടയായി. കൊർന്നല്യോസ് തന്റെ ചാർച്ചക്കാരെ ബന്ധുക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി തന്റെ ഭവനത്തിനുള്ളിൽ വലിയൊരു കൂട്ടം ജനത്തെ അവിടെ ഒരുക്കി നിർത്തിയിരുന്നു. പത്രോസ് ചെന്ന് അവരോട് സംസാരിച്ച് അവരെല്ലാം മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിൽ വിശ്വസിച്ച് രക്ഷ കണ്ടെത്തുവാൻ ഇടവന്നതുപോലെ ഇന്നാളുകളിൽ നാം പ്രാപിച്ചിരിക്കുന്ന ദർശനം, നാം പ്രാപിച്ചതായ വെളിപ്പാടുകൾ ഒന്നും പാഴായി പോകാതെ ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം, അതൊരു വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കട്ടെ, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, അതെ എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കരുതുന്ന കർത്താവ്, താങ്ങി നടത്തുന്ന കർത്താവ്, വേർ ചൊല്ലി വിളിച്ച കർത്താവ് കൊർന്നല്യോസിനോട് കൂടെ ഇരുന്ന്, പൗലൂസിനോട് കൂടെ ഇരുന്ന്, പത്രോസിനോട് കൂടെ ഇരുന്ന് ഇവിടെ പ്രവാചകനോട് പറയാ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ അതിന് ശക്തീകരിക്കുമെന്ന് പറയുന്നു. ഇന്ന് രാത്രികാലം നമുക്കും ദൈവത്തിന്റെ അടുക്കിലേക്ക് ഒന്ന് അടുത്ത് ചെല്ലാം. അവൻ നമ്മെ ശക്തീകരിക്കട്ടെ, അവൻ നമ്മെ ബലപ്പെടുത്തട്ടെ, അവൻ നമ്മോട് ഹൃദ്യമായി സംസാരിക്കട്ടെ. പ്രിയമുള്ളവരെ, അവന്റെ ശബ്ദം കേട്ട് അടുത്ത് ചെല്ലുന്ന നമുക്ക് ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, കേട്ട ശബ്ദത്തിനനുസൃതമായി നിൽക്കുവാൻ ഒരുങ്ങുന്നെങ്കിൽ അവൻ നമ്മോട് കൂടെ ഇരുന്ന് ബലപ്പെടുത്തേ. ശയ്യാനോട് പറഞ്ഞതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, നിന്റെ എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്നവരെ ഒരു വലിയ അനുഗ്രഹത്തിന്റെ ഉടമയായി മാറുവാൻ, ദൈവശബ്ദം കേട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കി ദർശനം പ്രാപിച്ചവരായി ആമേൻ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ദൈവശക്തി പകർന്ന് ദൈവകൃപയിൽ നിർത്തുന്ന ആ വലിയവനാകുന്ന ദൈവത്തിന്റെ
കരുണയുടെ കരുത്തിൽ നമുക്ക് ഏൽപ്പിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ചുരുക്കിയ സമയം ഒരു ചെറു സന്ദേശം കേൾപ്പിപ്പാൻ സ്വർഗം കൃപ ചെയ്തു. ഇത് അനേകർക്ക് അനുഗ്രഹമായി മാറട്ടെ. പ്രാർത്ഥിക്കുന്നവർ, ദർശനം കാണുന്നവർ ആലോചന പ്രാപിച്ചുകൊണ്ട് ദൈവഹിത പ്രകാരം മുന്നോട്ട് നീങ്ങുവാൻ ഒരുക്കണമേ കർത്താവേ. അങ്ങയുടെ വലിയ കരം അത്ഭുതത്തിനായി തീരുവാൻ സഹായിക്കണം. കൃപയ്ക്കുള്ളിൽ മറയ്ക്കണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കണം. കർത്താവിന്റെ കൃപ കൂടെ ഉള്ളതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കൃപ